ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈ പ്രബിലേക്ക് സ്വാഗതം. HSSC പരീക്ഷയുടെ ആരവങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൽ നിൽക്കുകയാണ് അല്ലേ? അടുത്തതായിട്ട് നിങ്ങൾക്ക് HSSC ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള അടുത്ത പരീക്ഷ ഇതാ വരാൻ പോവുകയാണ്. അത് നോൺ വൊക്കേഷണൽ ബയോളജി ടീച്ചർ പരീക്ഷയാണ്. HSSC സുവോളജിക്കാർക്കും HSSC ബോട്ടണിക്കാർക്കും എഴുതാൻ പറ്റുന്ന കോമൺ പരീക്ഷയാണ്. VHSC സ്കൂളുകളിലേക്കുള്ള പരീക്ഷയാണ്. പക്ഷേ അവിടെ നോൺ വൊക്കേഷണൽ ടീച്ചറാണ് എന്ന് മാത്രം. ഇവിടെ ഇതിൻ്റെ സിലബസ് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. സിലബസിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ HSSCയുടെ തന്നെ സിമിലർ പാറ്റേൺ തന്നെയാണ്. 70 മാർക്ക് സബ്ജക്റ്റ്, 30 മാർക്ക് ജനറൽ. 70 മാർക്ക് സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് ഉണ്ട്, ഒന്ന് ബോട്ടണിയും 2 സുവോളജിയും. 35 മാർക്ക് ബോട്ടണിയും 35 മാർക്ക് സുവോളജി. ടോട്ടൽ 70 മാർക്ക് സബ്ജക്റ്റ്, 30 മാർക്ക് ജനറൽ. ഈ രീതിയിലാണ് നമ്മുടെ നോൺ വൊക്കേഷണൽ ബയോളജി ടീച്ചർ ജൂനിയർ പോസ്റ്റ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം HSSC എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ പരീക്ഷയുടെ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ NVT ബയോളജിക്കും ഉള്ളത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ ജോലിക്ക് കയറിയാൽ ബയോളജി എന്ന ടീച്ചറാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ സുവോളജി ആൻഡ് ബോട്ടണി നിങ്ങൾ പഠിപ്പിക്കണം. HSSC ആകുമ്പോൾ അങ്ങനെയല്ല, സെപ്പറേറ്റ് നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ മതി. ഇവിടെ 2ഉം പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പുതിയ നോൺ വൊക്കേഷണൽ ബയോളജി ടീച്ചറുടെ ബാച്ച് ജൂൺ 15, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളും ആരംഭിക്കുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി HSSC നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് എഴുതിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നോൺ വൊക്കേഷണൽ വിട്ട് കളയരുത്. കാരണം ഈ 2 റാങ്ക് ലിസ്റ്റിലും വരുന്നത് ഏറെക്കുറെയൊക്കെ ഒരുപോലത്തെ അല്ലെങ്കിൽ ഒരേ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരെന്തായാലും ഏതെങ്കിലും ഒരു പരീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി HSSC ആയിരിക്കും കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ NVTയിൽ സ്വല്പം താഴേക്ക് കിടക്കുന്നവർക്കൊക്കെ ഒരു സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു, HSSCയുടെ അത്രയും വേക്കൻസി ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മളെ ഒരുപാട് വേക്കൻസി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിൽ വേക്കൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് ഇന്നത്തെ ദിവസം വരെ ടോട്ടൽ 13 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. 2024 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 27 വരെ ഉണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ 13 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. OC ടേണിൽ 9 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയണം. എന്ത് പരീക്ഷ, അതിലെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എത്രയും വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിയണം. ഒരു 10ൽ താഴെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. 10ൽ താഴെ റാങ്ക് വാങ്ങാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. ഓക്കെ, 10ൽ താഴെയൊക്കെ വേണ്ടി ഞാൻ പഠിക്കണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾക്ക് പറ്റുന്നതല്ല എന്ന് ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. HSSCയിൽ വരുന്ന പലരും തന്നെയാണ് NVT റാങ്ക് ലിസ്റ്റിലും വരുന്നത്. അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് HSSC ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ NVTയിൽ തൊട്ട് താഴെ കിടക്കുന്നവർക്ക് അഡ്വൈസ് വരും. NJD ഒക്കെ ഒരുപാട് വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഈ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്? നോക്കൂ, സുവോളജിക്കാരെ സംബന്ധിച്ച് ബോട്ടണി പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. പക്ഷേ ബോട്ടണി നമുക്കുണ്ട്. 35 മാർക്കിനാണ് ബോട്ടണി ഉള്ള വിവരം നിങ്ങൾക്കറിയാം. എത്ര മാർക്ക്? 35 മാർക്ക്. 35 മാർക്ക് ബോട്ടണി, 35 മാർക്ക് സുവോളജിയാണ്. അപ്പോൾ ബോട്ടണി നമ്മുടെ HSSC പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കറിയാം. അവർ ബോട്ടണിക്കാർ പഠിച്ചിട്ടുള്ള ഏരിയ തന്നെയാണ്. ഫൈക്കോളജി ഉണ്ട്, മൈക്കോളജി ഉണ്ട്, ലൈക്കനോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, മൈക്രോ ഓർഗാനിസംസ്. പിന്നെ നോക്കൂ, ജനറ്റിക്സും പ്ലാൻ ബ്രീഡിങ്ങും എല്ലാം HSSC ബോട്ടണിക്കാർ പഠിച്ചിട്ടുള്ളതാണ്. മോളിക്കുലാർ ജനറ്റിക്സ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ സൈറ്റോജനറ്റിക്സ്, അത് ജനറ്റിക്സിനെ തന്നെ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കൂ, അടുത്തത് പ്ലാൻ ബ്രീഡിങ്. HSSC ബോട്ടണിയിലൊക്കെ ഉണ്ടായിരുന്നത് തന്നെ. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി അല്ലേ? പലർക്കും ടാക്സോണമി ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഇവിടെയും ടാക്സോണമി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി. അതിനുശേഷം കൺസർവേഷൻ ഉണ്ട്, മോർഫോളജി, കീമോ ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി, മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഫൈറ്റോ കെമിസ്ട്രി,
ഓക്കെ, ഇതൊക്കെ HSST സിലബസിൽ മറ്റു പല പേരുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അടുത്ത് നോക്കൂ, ജീൻ ക്ലോണിംഗ്, മോളിക്കുലാർ ബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, റീകോമിനന്റ് DNA ടെക്നോളജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. മോളിക്കുലാർ അനാലിസിസ്, ബയോ ഇൻഫർമാറ്റിക്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. പ്ലാൻ ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയും. പ്ലാൻ ഫിസിയോളജി നമ്മുടെ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ, നൈട്രോജൻ മെറ്റാബോളിസം, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ സുവോളജിക്കാർ വിചാരിക്കുന്നുണ്ടോ ദൈവം ഇതൊക്കെ ഇനി പഠിക്കണോ? തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ സുവോളജിക്കാരും. ഇനിയിപ്പോൾ ബോട്ടണിക്കാർ വിചാരിക്കുന്നത് ഇനി സുവോളജി പഠിക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബയോ കെമിസ്ട്രി നോക്കൂ, ഇതെല്ലാം ബയോ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. പ്ലാൻ ബയോടെക്നോളജി, അതിൻ്റെ അകത്ത് പ്ലാൻ ടിഷ്യൂ കൾച്ചർ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി ഇച്ചിരി ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ HSST ബോട്ടണിക്ക് ഇല്ലാത്ത രീതിയിൽ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലബസിൽ. പ്ലാൻ ടിഷ്യൂ കൾച്ചർ നല്ല ഇമ്പോർട്ടൻസ് നമ്മുടെ NVTക്ക് ഉണ്ട്. അപ്പോൾ നല്ല ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട് കമ്പയർഡ് ടു HSST. പ്രോട്ടോപ്ലാസം ഐസൊലേഷൻ ആൻഡ് കൾച്ചർ നോക്കൂ, ടിഷ്യൂ കൾച്ചറിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം അതേപടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കുറേയൊക്കെ ഡെപ്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫോക്കസ് ചെയ്യേണ്ട ഏരിയയിൽ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ജേം പ്ലാസം സ്റ്റോറേജ് ആൻഡ് ക്രയോ പ്രിസർവേഷൻ നോക്കൂ, ഇതൊക്കെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. HSSTയിലൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടില്ല. ബയോസ്റ്റാറ്റ് ഇതൊക്കെ എന്താണ്, ഇത് ഇത്രയും 35 മാർക്കാണ്. അപ്പോൾ ഇത്രയും ഡെപ്ത് പറയുമ്പോൾ തന്നെ 35 മാർക്കിനാണ് ഇത് ചോദിക്കുന്നത്, ഇത്രയും കണ്ടന്റ്. അപ്പോൾ നിങ്ങളത് ഏത് ലെവലിൽ പഠിക്കണമെന്നൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ സുവോളജിയിലേക്ക് വരികയാണ്. 35 മാർക്ക്. അതിൻ്റെ അകത്ത് സിസ്റ്റമാറ്റിക്സ് ഉണ്ട്, എവല്യൂഷണറി ബയോളജി ഉണ്ട്, HSSTയിൽ പഠിച്ചത് തന്നെ. ഫിസിയോളജി, ബയോ കെമിസ്ട്രി നോക്കൂ, ഇതെല്ലാം HSSTയിൽ പഠിച്ചത് തന്നെയാണ്. ബയോ കെമിസ്ട്രി, മൈക്രോ ബയോളജി ഇതേ വന്നിട്ടുണ്ട്. ഇമ്മ്യൂണോളജി അതിലും വ്യത്യാസങ്ങളൊന്നുമില്ല. സെൽ ബയോളജി, ബയോടെക്നോളജി സിമിലർ, അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജനറ്റിക്സ്, ഡെവലപ്മെന്റൽ ബയോളജി അതേപടി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇക്കോളജി, ഇത്തോളജി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ബയോഫിസിക്സ്, ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇതെല്ലാം എന്ത് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പം സുവോളജിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ HSSTയിൽ നിന്ന് ഡിഫറൻസ് വന്നിട്ടില്ല. ബോട്ടണിയിൽ ചില ഏരിയകൾ നമ്മുടെ ടിഷ്യൂ കൾച്ചറൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടണിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, ആ കണ്ടന്റിനെ കുറച്ചുകൂടെ ഡെപ്ത് കൂട്ടി ഇലാബറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 70 മാർക്ക് കഴിഞ്ഞു. 70 മാർക്ക് കഴിഞ്ഞ് പിന്നെ നമ്മളെ യൂഷ്വൽ 5 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 5 മാർക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അത് കഴിഞ്ഞ് പിന്നീട് എന്താ 20 മാർക്കിന് GK കറണ്ട് അഫയേഴ്സ് റിനൈസൻസ്. ഓക്കെ, GK ആൻഡ് കറണ്ട് അഫയേഴ്സിനകത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. HSSTക്ക് ചോദിച്ച അതേ ഏരിയകൾ തന്നെയാണ്. ഓക്കെ, പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ HSSTയിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ റിനൈസൻസ്. ഓക്കെ, അപ്പോൾ റിനൈസൻസ് ആസ് യൂഷ്വൽ പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ റിനൈസൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് നോക്കൂ, അപ്പോൾ വെയിറ്റേജിനേക്കാൾ കൂടുതൽ ഏരിയ നമ്മുടെ റിനൈസൻസിൽ വന്നിട്ടുണ്ട്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു തന്നേ ഉള്ളേ. ഞാൻ അതിൻ്റെ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്കൊന്നും ഭയങ്കരമായിട്ട് കീറി മുറിച്ചൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ പലരും HSST ഒക്കെ എഴുതി ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബോട്ടണിയും സുവോളജിയും നിങ്ങൾ പഠിക്കണം. ബോട്ടണി ഇച്ചിരി കൂടെ ചില ഏരിയകളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സുവോളജിയൊക്കെ ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, രണ്ടും കൂടെ ചേർത്ത് 70 മാർക്കാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് കുറച്ച് പേര് ബോട്ടണിക്കാർ വിചാരിക്കും സുവോളജി പഠിച്ചേക്കാം, സുവോളജി വിചാരിക്കും ബോട്ടണിക്കാർ പഠിച്ചേക്കാം, ബോട്ടണി പഠിച്ചേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സ്ട്രാ പഠിക്കാൻ വയ്യ, ഞാൻ എൻ്റെ ഏരിയ തന്നെ പഠിക്കുന്നു എന്ന് കുറച്ച് പേര് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് മാർക്ക് താഴെ പോകുന്നത്, റാങ്ക് താഴോട്ട് പോകുന്നത്. രണ്ടിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, കഴിഞ്ഞ വട്ടം ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് 53.33 ആണ്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 45 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 23 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. 23 അത്രയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 23 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 13 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 9 OC ടേണിൽ 9ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്തത് ഉടനെ പോകും. ജൂൺ ജൂലൈ മാസത്തിൽ അടുത്ത സെറ്റ് ഓഫ് അഡ്വൈസ് ഉടനെ പോകും.
അപ്പോൾ നിലവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, 13 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ HSST-യിൽ വരുന്ന പലരും ഈ ലിസ്റ്റിൽ വരും. അത് അവർ മിക്കവാറും HSST പ്രിഫർ ചെയ്യും. സോ താഴേക്കുള്ള റാങ്കുകാർക്കൊക്കെ സാധ്യതയുണ്ട്, പക്ഷേ വേക്കൻസി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പഴുതടച്ച ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു NVT-യുടെ ഏറ്റവും പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ്സുകൾ ഈ ആഴ്ച തന്നെ നമ്മൾ തുടങ്ങുന്നു. ഇന്നൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ആദ്യത്തെ 10 റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ NVT-ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളരെ മികച്ച ഒരു ടീം നിങ്ങൾക്ക് നമ്മുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചന്ദ്രബാബു സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വട്ടത്തെ HSST-യിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ രശ്മി ടീച്ചറും രഞ്ജനി ടീച്ചറും ഉണ്ട്, നമ്മുടെ ടോപ്പിക്സ് കൈകാര്യം ചെയ്യാൻ, സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഇതല്ലാതെ തന്നെ നമുക്ക് ഇനിയും ഫാക്കൽറ്റീസ് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാം. 10 റാങ്കിനകത്ത് വന്നേ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? അപ്പോൾ കോഴ്സിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.